തൃശൂർ വലപ്പാടിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തി യുവതി മുങ്ങി. വ്യാജ അക്കൗണ്ടുകളിലേക്ക് പണം മാറ്റി കോടിക്കണക്കിന് രൂപ യുവതി തട്ടിയെടുത്തതായാണ് പരാതി. സ്ഥാപനത്തിലെ അസിസ്റ്റന്റ് മാനേജർ കൊല്ലം സ്വദേശിനി ധന്യ മോഹനെതിരെയാണ് ഇപ്പോൾ പരാതി ഉയർന്നിരിക്കുന്നത്. വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ ചേരുന്നു. ലെവിൻ, ഈ ധന്യക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ടോ? വിവരങ്ങൾ എന്താണ്? ലക്ഷ്മി, 3 ദിവസം മുൻപാണ് ധന്യക്കെതിരെ വലപ്പാട് പോലീസ് കേസെടുത്തിരിക്കുന്നത്. സ്ഥാപനത്തിന്റെ അധികൃതർ നൽകിയ പരാതിയെ തുടർന്നാണ് കേസെടുത്തിരിക്കുന്നത്. കൊല്ലം തിരുമല സ്വദേശിനിയായ ധന്യ മോഹൻ 18 വർഷമായി ഈ മണപ്പുറം ഫിനാൻസിന് കീഴിലുള്ള ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റിന് കീഴിൽ ജനറൽ മാനേജറായി ജോലി നോക്കുകയായിരുന്നു. ഇവർ സ്ഥാപനത്തിന്റെ വിശ്വാസ്യത ആർജിച്ചതിന് ശേഷം ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസം മുതൽ വിവിധ ഘട്ടങ്ങളിലായി സ്വന്തം ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ബന്ധുക്കളുടെ അക്കൗണ്ടുകളിലേക്കും പണം കമ്പനി അറിയാതെ ട്രാൻസ്ഫർ ചെയ്ത് തട്ടിപ്പ് നടത്തി എന്നുള്ളതാണ് വിവരം. ഏപ്രിൽ മുതൽ നടത്തിയ തട്ടിപ്പിനെ തുടർന്ന് പ്രാഥമികമായ കണക്കെടുപ്പിൽ 80 ലക്ഷം 10-ൽ പരം രൂപ നഷ്ടപ്പെട്ടതായാണ് സ്ഥാപനം പരാതി നൽകിയിരിക്കുന്നത്. പക്ഷേ 20 കോടിയോളം രൂപ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നുള്ളതാണ് പ്രാഥമികമായി സംശയിക്കുന്നത്. സ്ഥാപനം നടത്തിയ ഓഡിറ്റിംഗിൽ പിടിക്കപ്പെടുമെന്ന് ഉറപ്പായതിനെ തുടർന്ന് ഇവർ കഴിഞ്ഞ ദിവസം ഇവിടെ നിന്ന് വാഹനമെടുത്ത് രക്ഷപ്പെടുകയായിരുന്നു. അതിനുശേഷം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. പിന്നീട് തട്ടിപ്പ് സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് സ്ഥാപനം പരാതി നൽകിയത്. ധന്യയെ കണ്ടെത്താൻ ലുക്കൌട്ട് നോട്ടീസ് അടക്കം പുറത്തിറക്കി അന്വേഷണം ഊർജിതപ്പെടുത്തിയതായാണ് വലപ്പാട് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ലെവിൻ, ഇവർ എത്ര തുക തട്ടി എന്നത് സംബന്ധിച്ച ഒരു കൃത്യമായ കണക്കുണ്ടോ ഇപ്പോൾ? സ്ഥാപനം നൽകിയിരിക്കുന്ന പരാതി പ്രകാരം 80 ലക്ഷം രൂപയുടെ ക്രമക്കേടുകൾ നടത്തി പണം സ്വന്തം അക്കൗണ്ടുകളിലേക്കും ബന്ധു അക്കൗണ്ടുകളിലേക്കും വക മാറ്റി എന്നുള്ളതാണ് പരാതി നൽകിയിരിക്കുന്നത്. പക്ഷേ ഓഡിറ്റിംഗ് പൂർത്തീകരിച്ച് കൃത്യമായി കണക്കെടുപ്പ് നടത്തിയതിനു ശേഷം മാത്രമേ തട്ടിപ്പിന്റെ വ്യാപ്തി എത്രമാത്രമാണെന്ന് വ്യക്തമാകുകയുള്ളൂ. കഴിഞ്ഞ 18 വർഷമായി ഇവർ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഏത് കാലഘട്ടം മുതലാണ് ഇത്തരത്തിൽ ക്രമക്കേടുകൾ നടത്താൻ ആരംഭിച്ചതെന്നടക്കം ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ സ്വകാര്യ ധനകാര്യ സ്ഥാപനമാണ്. അവരുടെ വിശ്വാസ്യതയ്ക്ക് കൂടി പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ അത്തരം വിവരങ്ങൾ പോലീസ് പുറത്തുവിടാൻ തയ്യാറല്ല. വിശദമായ അന്വേഷണം ഈ ക്രമക്കേട് സംബന്ധിച്ചും പ്രതിയുടെ ഇടപാടുകൾ സംബന്ധിച്ചും നടത്തുമെന്ന് തന്നെയാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇവരൊറ്റയ്ക്കാണ് ഈ തട്ടിപ്പ് നടത്തിയത് എന്നുള്ളതാണ് പ്രാഥമികമായ ഒരു നിഗമനം. തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധന്യ മോഹന് കൂടുതൽ സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ലെവിൻ കെ വിജയൻ, തൃശൂരിൽ നിന്ന്.